വെൽക്കം ടു സ്റ്റഡി നിഫ്റ്റി മലയാളം. സോ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു മന്ത്ലി സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ ഒരുപാട് ഓപ്ഷൻസിനെ പറ്റി, ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസിനെ ഒക്കെ പറ്റി മുന്നത്തെ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരും വീഡിയോസിൽ നമ്മൾ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഒത്തിരി സ്ട്രാറ്റജീസ് കൊണ്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഈക്വിറ്റി ട്രേഡേഴ്സിന് റീസണബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക, നല്ല സ്റ്റോക്സ് ഒരു മാസത്തേക്ക് നമുക്ക് ഹോൾഡിംഗ് പീരിയഡിൽ നിലനിർത്തിയിട്ട് റീസണബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്സ് അതെങ്ങനെ കണ്ടെത്താം, അതിന് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് ഒരു പരിധിവരെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് കൂടുതലുള്ള സ്റ്റോക്സ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അതിന് വലിയ സയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ വേറെ ആരുടെ ആശയമില്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒരു സ്റ്റോക്കിനെ കണ്ടെത്താൻ എന്ത് മാർഗം, അത് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഓരോരുത്തരും അറിഞ്ഞു വെച്ചിരിക്കുക. നിങ്ങൾ ഫണ്ടമെന്റൽസ് നോക്കണ്ട, ടെക്നിക്കൽസ് നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഞാൻ ഈ പറയുന്ന വീഡിയോനെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അതിനെ ഓരോ വീഡിയോയിലുള്ള ഓരോ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് രണ്ട് വെബ്സൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. നമുക്ക് അതും വേണ്ട, അറ്റ്ലീസ്റ്റ് ഒരു വെബ്സൈറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതിനകത്ത് കയറിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വരെ ഞാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ തന്നെ സെറ്റ് ചെയ്ത് തന്നേക്കും. ഈ വീഡിയോയിൽ തന്നെ തരും, കമൻറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യും. നിങ്ങൾ അതിനെ ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. സ്വന്തമായിട്ട് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ട്രേഡ്സിലേക്ക് വരാൻ ശ്രമിക്കൂ. ഓക്കെ, അതിന് മുന്നോടിയായിട്ട് എനിക്ക് ഇനിയൊരു കാര്യം പറയാനുണ്ട്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ലൈക്ക് ചെയ്യാൻ ആരും എന്താ പറയുക, വളരെ കുറച്ച് പേര് മാത്രമേ ലൈക്ക് തരുന്നുള്ളൂ. ദയവ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ ട്രേഡേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഒരുപാട് നല്ല എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് ഞാൻ തീർച്ചയായിട്ടും ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അടുത്ത ഒരു പോയിന്റും കൂടി എനിക്ക് പറയാനുണ്ട്. ഒരുപാട് പേര് നിങ്ങൾ NRIസും അല്ലെങ്കിൽ നിങ്ങൾ മാസം തോറും ലഭിക്കുന്ന കാശ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സേവിങ്സിൽ ഇടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർഡ് പീപ്പിൾസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ നിങ്ങളുടെ എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ടിൻ്റെ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയായിട്ട് തോന്നുകയാണ്. അതിൽ വേറെ ഒന്നുമല്ല, മ്യൂച്വൽ ഫണ്ട് സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്നുള്ള ഒരു വളരെ ആ ഒരു മാർക്കറ്റ് റിസ്ക് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നുന്നു. പക്ഷെ നിങ്ങൾ അത് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. മ്യൂച്വൽ ഫണ്ട്സ് നമുക്ക് റീസണബിൾ ആയിട്ട് സെബിയുടെ കീഴിൽ വളരെ സ്ട്രിക്റ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫണ്ട്സ് ഉണ്ട്. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട്, നിങ്ങളുടെ ഗോൾ അനുസരിച്ചിട്ട്, ഭാവിയിലേക്ക് നിങ്ങൾക്ക് എത്രയാണ് 1000 രൂപ മാസം നിങ്ങൾക്ക് മാറ്റി വെക്കാൻ കഴിയുമോ അത് നിങ്ങൾ മാറ്റി വെക്കണം. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നല്ലതാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങൾ ഒരു ചിട്ടിയിലൊക്കെ ചെയ്യും. പലർക്കും പറ്റുന്ന മിസ്റ്റേക്സ് ആണ്. ചിലരൊക്കെ എനിക്ക് നേരിട്ട് അറിയുന്നവർ തന്നെയുണ്ട്, മാസം 1 ലക്ഷം രൂപ ചിട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10-15 കൊല്ലമൊക്കെ അവർ 1 ലക്ഷം രൂപ വെച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് എമൗണ്ട് ആണ്. ആ ഒരു 15 വർഷത്തെ ഇൻഫ്ലേഷൻ ഒന്നും തന്നെ ഈ ചിട്ടിയിൽ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് എന്താ തിരിച്ചു കിട്ടുന്നത്? നമുക്ക് കിട്ടുന്നത് നമ്മൾ മുടക്കിയ കാശ് തന്നെയാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതിൽ നിന്ന് യാതൊരു ഗ്രോത്തും ഇല്ല. പക്ഷെ നിങ്ങൾ ഇതേ കാശ്, ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബാങ്കിൽ സേഫ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം അതേ ബാങ്കിന്റെ തന്നെ നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് എടുക്കൂ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന റിസ്ക് ഫ്രീ റേറ്റ് എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ബാങ്കിൽ നിങ്ങൾക്ക് ഒരു പെർ ആനം നിങ്ങൾക്കിപ്പോൾ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 7% കിട്ടിയെന്ന് വെച്ചോളൂ. ഇതേ സാധനം നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ട് അതേ ബാങ്കിന്റെ തന്നെ, സപ്പോസ് SBIയിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് 5 കൊല്ലത്തേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, സീനിയർ സിറ്റിസന്റെ ഇൻട്രസ്റ്റ് റേറ്റ് പോലും ഇപ്പോൾ 7% ഇല്ല. പക്ഷെ ഇതേ ബാങ്കിന്റെ, ഇതേ SBIയുടെ തന്നെ നിങ്ങൾ നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം സെലക്ട് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ഈ പറയുന്നത് പോലെ ലംസം എമൗണ്ട് ആണെങ്കിൽ ലംസമായിട്ട് നിക്ഷേപിക്കുന്നെങ്കിൽ അങ്ങനെ നിക്ഷേപിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ 1/1 ആയിട്ട് SIP പോലെ ചെയ്യൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതായിരിക്കും കൂടുതൽ റിട്ടേൺ നമുക്ക് ലഭിക്കുക. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ ഉണ്ട്. ഞാനൊരു NISM എക്സാം പാസ്സായിട്ടുള്ള ARN രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറും കൂടിയാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഉപദേശങ്ങളും തരാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക, ഒരു കൺസൾട്ടേഷൻ വെക്കുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഒരു സ്കീം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ
ഒരുപാട് സ്കീംസിനെ പറ്റി ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ എന്താണെന്ന്, നിങ്ങളുടെ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാം. ഓക്കെ, കം ടു അവർ ചാപ്റ്റർ. സോ ഇവിടെ നമ്മൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മന്ത്ലിയിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്, അത് 1 ലക്ഷം ആയിക്കോട്ടെ, 2 ലക്ഷം ആയിക്കോട്ടെ, 5 ലക്ഷം ആയിക്കോട്ടെ, അത് ഓരോ മാസവും റൊട്ടേഷനിൽ നമുക്ക് എങ്ങനെ സ്റ്റോക്കിൽ നിക്ഷേപിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടുത്തെ മേജർ ആയിട്ടുള്ള നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം. ഓക്കെ, അതിന് വേണ്ടുന്ന എന്താണ്, നമുക്ക് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ആ സ്റ്റോക്ക് തീർച്ചയായിട്ടും മേളിലേക്ക് കയറാനുള്ള സാധ്യത, കയറുമെന്ന് ഒരിക്കലും നിങ്ങൾ ഞാനും ഒരിക്കലും പറയില്ല, അങ്ങനെ പറയുന്നെങ്കിൽ വിശ്വസിക്കരുത്. കയറുവാൻ സാധ്യതയുള്ള സ്റ്റോക്കിനെ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 3000-4000 സ്റ്റോക്സ് ലിസ്റ്റിൽ ചെയ്യപ്പെട്ടിട്ട് കിടപ്പുണ്ട് NSEയിൽ തന്നെ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വേണ്ടുന്ന 4, 5, 6 സ്റ്റോക്സ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? അതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. മിസ് ചെയ്യാതെ കൂടെ വന്നോളൂ. നിങ്ങൾ ഓരോ പോയിന്റും വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, സ്ക്രീനിലേക്ക് പോവാം. ഇവിടെ നിങ്ങൾ കാണുന്നത് screener.in 100% ഫ്രീ ഓഫ് കോസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രോമിലോ നിങ്ങളുടെ ടാബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രോമിലോ കയറി മൊബൈലിൽ ഒരിക്കലും ചെയ്യാതിരിക്കുക. 100% ചെയ്യരുത്. ഒന്നൊരു ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുക. screener.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിങ്ങൾ നേരെ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, അറിയുന്നവർക്ക് അറിയാം. screener.in പോവാ. അവിടെ പോയിട്ട് എന്താ ചെയ്യുക? ഇവിടെ കാണുന്ന ഫീഡ് എന്നുണ്ട്, സ്ക്രീൻസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടോ? സ്ക്രീൻസിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയുക? ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ. ഞാൻ ഓൾറെഡി ഒരു സ്ക്രീനർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്ക്രീന് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അതിൽ നിന്നും എങ്ങനെ സ്റ്റോക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളത്, അതിൻ്റെ കണ്ടീഷൻസ് എന്താണെന്ന് ആദ്യം പഠിക്കുക. എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഈ സ്റ്റോക്സ് ഫിൽട്ടറായി വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഗുഡ് വീക്ക്ലി റിട്ടേൺ മോഡിഫൈഡ് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയായിരുന്നു. അതിനുശേഷം ഒന്നും കൂടി അതിനെ മോഡിഫൈ ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ പേര് വീക്ക്ലി റിട്ടേൺ എന്നുള്ളത് മന്ത്ലി റിട്ടേൺ ആക്കിയിട്ട് ആ വീക്ക്ലി എന്നുള്ള വേർഡ് മാറ്റാൻ വിട്ടുപോയി. അത് നമുക്ക് മാറ്റാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ എന്താ പറയുക, നമുക്കിതിൽ കിട്ടിയ റിസൾട്ടിൻ്റെ ഇതിൻ്റെ കണ്ടീഷൻ ആദ്യം നോക്കുക. എന്താണ് ഫസ്റ്റ് കണ്ടീഷൻ? നമ്മൾ ഇപ്പോൾ സ്ക്രീൻ ചെയ്യാൻ ഈ സ്ക്രീനർ എന്ന് പറയുന്നത് എന്താണ്? ഇത് നമുക്ക് സ്റ്റോക്സിനെ നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമുക്ക് സ്റ്റോക്സിനെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞ screener.in. ഓക്കെ, ഇത് മാത്രമല്ല അവൈലബിൾ, ഒരുപാടുണ്ട്. ധനിലുണ്ട്, അല്ലാണ്ട് തന്നെ ഒരുപാട് സ്ക്രീനേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അത്യാവശ്യം പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് സ്ക്രീനറാണ്. സോ അതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി പ്രയോറിറ്റി കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വക്താവൊന്നുമല്ല. ഇത് 100% ഫ്രീ ഓഫ് കോസ്റ്റിന് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കണ്ടീഷൻ നമ്പർ 1 ഇവിടെ എന്താണ്? റിട്ടേൺ ഓവർ 1 വീക്ക്. കഴിഞ്ഞ ഒരാഴ്ചത്തെ ഏത് സ്റ്റോക്ക് ആണെങ്കിലും അതിൻ്റെ ഒരാഴ്ചത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് അത് റിട്ടേൺ ഓവർ 1 വീക്ക്. ഇവിടെ നോക്കുക, ഈ ഒരു സ്റ്റാൻസ് ആദ്യം നോക്കുക. ഫസ്റ്റ് കണ്ടീഷൻ റിട്ടേൺ ഓവർ 1 വീക്ക് എത്രയാണ്? ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0% ആവാൻ പാടില്ല. കഴിഞ്ഞ ഒരു ആഴ്ചത്തെ അതിൻ്റെ ലാഭം അതുണ്ടാക്കിയ ഷെയർ മാർക്കറ്റിൽ അതിൻ്റെ ഷെയർ പ്രൈസ് എന്തായിരിക്കണം? അത് 0യേക്കാളും മുകളിലായിരിക്കണം. അപ്പോൾ അതായത് 1%, 2%, 3%, വാട്ടെവർ 0യ്ക്ക് മുകളിലായിരിക്കണം. അതിനർത്ഥം തന്നെ എന്താണ്? കഴിഞ്ഞ ഒരാഴ്ചയിൽ ആ സ്റ്റോക്ക് എന്തായിരിക്കണം? മുകളിലേക്ക് വരണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. കണ്ടീഷൻ നമ്പർ 2 എന്താണ്? അതേ ഒരാഴ്ച റിട്ടേൺ ഓവർ 1 വീക്ക് ഈസ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 0യ്ക്ക് മുകളിലായിരിക്കണം, എന്നാൽ കഴിഞ്ഞ ഒരാഴ്ച അത് 4% മുകളിൽ കയറാനും പാടില്ല. ഇപ്പൊ 2 കണ്ടീഷനായി. റിട്ടേൺ ഓവർ 1 വീക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 0, റിട്ടേൺ ഓവർ 1 വീക്ക് ഈസ് ലെസ് ദാൻ 4 എന്ന് പറയുമ്പോൾ 4% താഴെ വളർന്നിരിക്കണം, എന്നാൽ 0ന് മുകളിലായിരിക്കുകയും വേണം കഴിഞ്ഞ ഒരാഴ്ചത്തെ അതിന്റെ പെർഫോമൻസ് കണ്ടീഷൻസ്. കണ്ടീഷൻ നമ്പർ 3 എന്താണ്? റിട്ടേൺ ഓവർ 1 മന്ത്. അതേമാതിരി കഴിഞ്ഞ ഒരു മാസത്തിൽ അത് എന്തായിരിക്കണം? 0ന് മുകളിൽ വളർന്നിരിക്കണം. അതായത് പെർസെൻറ്റേജ് വൈസ് എത്ര. അതിന്റെ അടുത്ത കണ്ടീഷൻ നോക്കൂ. റിട്ടേൺ ഓവർ 1 മന്ത് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 8%.
0 മുകളിലായിരിക്കണം. കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് ടോട്ടൽ വളർച്ച എന്ന് പറയുന്നത് 8% വളർന്നിരിക്കണം. അതിന് 8%, 0 നിന്നും 8 വരെ എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. 8% മുകളിൽ വളർന്ന സ്റ്റോക്ക് നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ 2 ടോട്ടൽ കണ്ടീഷൻ എന്തൊക്കെയാണ്? ഒരാഴ്ചയിൽ മാക്സിമം 4% വരെ വളർന്നിരിക്കണം. കണ്ടീഷൻ നമ്പർ 2, ഒരു മാസത്തിൽ, കഴിഞ്ഞ ഒരു മാസത്തിൽ, നിങ്ങൾ ഇന്ന് ഇത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന് മുതൽ കഴിഞ്ഞ ഒരു മാസത്തിൽ മൊത്തം മാക്സിമം 8% വരെ വളർന്ന സ്റ്റോക്ക് ആയിരിക്കണം. എന്നാൽ അത്രേ ഉള്ളൂ, മാക്സിമം 8% വരെ വളർന്നിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു? നമുക്ക് മൊമെന്റം ഉണ്ട്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഈ സ്റ്റോക്ക് മുകളിലേക്കാണ് കയറുന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ ഒരു ആഴ്ചയിൽ അതിനേക്കാൾ ഒരു മാസത്തെ ആവറേജ് പ്രൈസ് ഇംപ്രൂവ്മെന്റിനേക്കാൾ കൂടുതൽ ഒരാഴ്ചത്തേലും വീണ്ടും ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. അപ്പൊ 2 രീതിയിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ എന്ത് മനസ്സിലാക്കാൻ പറ്റി? സ്റ്റോക്കിന് മൊമെന്റം കൂടുതലുണ്ടെന്ന് അർത്ഥം. അതായത് അതിന്റെ പുറത്ത് ആൾക്കാർക്ക്, ഇൻവെസ്റ്റേഴ്സിന് അതിന്റെ പുറത്ത് താല്പര്യം കൂടുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. ഇനി അടുത്ത അതിനെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഉറപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യണമെങ്കിൽ അടുത്ത കണ്ടീഷൻ മാർക്കറ്റ് ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ് ഇവിടെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 9,000 rupees, ഗ്രേറ്റർ ദാൻ 9,000 crores. നമുക്ക് സ്മോൾ ക്യാപ് കമ്പനീസ് ഒന്നും വേണ്ട. 100 കോടി, 1000 കോടി, 500 കോടി ഉള്ള മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനീസ് വേണ്ട. എന്താണ് മാർക്കറ്റ് ക്യാപ്പ് എന്നൊക്കെ അറിയണമെങ്കിൽ, അതറിയാത്തവർക്ക് അടുത്ത നമ്മുടെ ഫണ്ടമെന്റൽ അനാലിസിസ് സ്റ്റഡീസിന്റെ സീരീസിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് പോയി കാണുക. ഓക്കെ, സോ മാർക്കറ്റ് ക്യാപ്പ് 9,000-നും അതേ തന്നെ മാർക്കറ്റ് ക്യാപ്പ് ഇസ് ലെസ് ദാൻ എത്രയാ? 1 lakh crores. അപ്പോൾ 9,000 കോടിക്കും 1 ലക്ഷം കോടിക്കും ഇടയിൽ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള കമ്പനി ആയിരിക്കണം എന്നുള്ളതാണ് അടുത്ത കണ്ടീഷൻ. ഇനി അതിന്റെ അടുത്ത കണ്ടീഷൻ എന്താണ്? EPS. EPS എന്ന് പറയുന്നത് എന്താണ്? ഏർണിങ്സ് പെർ ഷെയർ. ഏർണിങ്സ് പെർ ഷെയർ ലേറ്റസ്റ്റ് ക്വാർട്ടർ, ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്വാർട്ടറിൽ അവരുടെ വരുമാനം എന്ന് പറയുന്നത് 0ക്ക് മുകളിലായിരിക്കണം. അത് എത്ര വേണേലും ആവാം. അതായത് 1 രൂപയോ 2 രൂപയോ, അത് രൂപ കണക്കാണ് കേട്ടോ EPS എന്ന് പറയുന്നത്. അത് മുകളിലേക്ക് എത്ര പോകണമോ അത്രയും നല്ലത്, മൈനസ് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഗ്രേറ്റർ ദാൻ 0. ആൻഡ് EPS പ്രൊസീഡിങ്, അതിനും തൊട്ട് മുന്നിൽ കഴിഞ്ഞ ക്വാർട്ടർ, അതിന് മുന്നത്തെ ക്വാർട്ടറിലെ EPS-ഉം എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ. അടുത്തൊരു കണ്ടീഷൻ എന്താണ്? RSI എന്ന് പറയുന്നത്, മൂവിങ് ആവറേജ് ഗ്രേറ്റർ ദാൻ 55 ഇപ്പോൾ നിലനിൽക്കണം. ഇന്ന് നമ്മൾ നോക്കുന്ന ദിവസം RSI 60-ന് മേളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹൈ മൊമെന്റ്, നമുക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് ബ്രേക്ക്ഔട്ട്സിൽ, കാരണം ഒരു മാസത്തേക്കാണ് നമ്മൾ ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വലിയ ഓവറായിട്ട് ബ്രേക്ക്ഔട്ടിലേക്ക് അങ്ങ് പോയി ഒരുപാട് വളർന്ന സ്റ്റോക്സ് നമുക്ക് പാടില്ല. എന്നാൽ വളർച്ചയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്സ് നമുക്ക് വേണം. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഈ കണ്ടീഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിളായിട്ട് ഞാനിപ്പോൾ അതാ ഇങ്ങനെ, ഇതിപ്പോൾ ഞാൻ കോപ്പി ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തു എന്ന് വെച്ചോളൂ. ഇപ്പം നിങ്ങൾ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് സ്ക്രീനറിലേക്ക് വരുന്നു, നിങ്ങളിവിടെ screener.in എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ screener.in വരും. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. screener.in കൊടുത്ത ഉടനെ ഈ ഒരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആകും. ഇവിടെ പോയിട്ട് സ്ക്രീൻസിൽ പോവുക. സ്ക്രീൻസിൽ പോയിട്ട് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ കൊടുക്കുക. ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ കൊടുത്തിട്ട് ഇവിടെ സെർച്ച് ക്വറി, ഇവിടെ ഇടേണ്ട ഈ പറയുന്ന കണ്ടീഷൻസ് നിങ്ങൾ ആരും ടൈപ്പ് ഒന്നും ചെയ്യേണ്ട. ഞാൻ നമ്മുടെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും, ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇതിന്റെ ക്വറി അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് അവിടെ പോവുക, ഇതിനെ മാത്രം ഒന്ന് കോപ്പി ചെയ്യുക. അവിടെ നിന്നിട്ട് കോപ്പി ചെയ്യുക, വീഡിയോയിൽ കണ്ടിട്ട് അതിനെ കോപ്പി ചെയ്തിട്ട് അത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നോക്കൂ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരേ ഒരു കാര്യം മാത്രം ചെയ്യുക. ആദ്യം റൺ ക്വറി കൊടുക്കുക. റൺ ക്വറി ഇവിടെ കൊടുത്തു. റൺ ക്വറി ഇത് ഒരു അൺനോൺ വേർഡാണ്, ബിക്കോസ് ഈ ആൻഡ് കിടപ്പുണ്ട്. നോക്കൂ, അത് അവസാനത്തതാണ്, അത് ഞാൻ മാറ്റിത്തരാം. സോ ഇത്രയേ ഉള്ളൂ, കണ്ടോ? ഇത് എന്ത് ചെയ്യുക? അപ്പൊ നമുക്ക് ഇവിടെ ഇനി റിസൾട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. മൊത്തം എത്ര സ്റ്റോക്സ്, എത്ര ടോട്ടൽ സ്റ്റോക്സ് നമ്മുടെ ലിസ്റ്റിൽ വന്നേക്കുന്ന എത്രയാ? 50 സ്റ്റോക്സ് നമുക്ക് ഈ ഒരു ഫിൽട്രേഷനിൽ വന്നിട്ടുണ്ട്. നാച്ചുറലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 5000 സ്റ്റോക്സിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്ന എത്ര സ്റ്റോക്സാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്? ഒരു 50 സ്റ്റോക്സ് ലഭിച്ചു. ഈ 50 നമുക്ക് വേണോ? ഇതിൽ നിന്ന് നമുക്ക് ടോപ്പ് 5 ടോപ്പ് 10 സ്റ്റോക്സ് മാത്രം സെലക്ട് ചെയ്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും അവസാനം നിങ്ങൾ നോക്കുക, അതിൽ ഈ വീക്കിലിയിലുള്ള ഈ ടോപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കുക?
ആ വീക്ക്ലി റിട്ടേൺ ഏറ്റവും ഹയസ്റ്റ് വീക്ക്ലി റിട്ടേൺ ഉള്ള സ്റ്റോക്സ് നോക്കി ഡിസെൻഡിങ് ഓർഡറിൽ ടോപ്പിൽ നിന്നും താഴ്പോട്ടേക്ക് വരും. ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്ലൈൻഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് 1 2 3 4 5 6 7 8 9 10 സ്റ്റോക്സ് നോക്കൂ. 3% മുകളിൽ ഉയർന്നിരിക്കുന്ന 10 സ്റ്റോക്സ് അല്ല, 10 11 12 ഏതാണ്ട് 13 സ്റ്റോക്സോളം നമുക്ക് ലഭ്യമാണ്. അത് ഏതൊക്കെയാണ്? 1 by 1 ആയിട്ട് നോക്കുക. ഗ്രാഫൈറ്റ് ഇന്ത്യ ഫസ്റ്റ് കാണുന്നത്, ഗ്രാഫൈറ്റ് ഇന്ത്യ. ജസ്റ്റ് സിമ്പിൾ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ടെക്നിക്കൽ അറിയുന്നവർ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ അലോക്കേഷൻ എങ്ങനെ ഫിക്സ് ചെയ്യണം നോക്കാം. ടെക്നിക്കൽ ഒന്നും അറിയാത്തവർ, ഫണ്ടമെന്റൽസ് അറിയാത്തവർ, നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിളായിട്ട് ഈ ഒരു സ്റ്റോക്സ് നിങ്ങളുടെ ക്യാപിറ്റൽ ഇപ്പോൾ 2 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ 10 സ്റ്റോക്സ് നിങ്ങൾ ചൂസ് ചെയ്തു. എങ്ങനെ ഇത്രയും കാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ? ഉറപ്പായിട്ടും കഴിയും. ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി എന്ത് ചെയ്യുക, ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ എഴുതിയെടുക്കുക. 1 2 3 ഇതേമാതിരി തന്നെ 1 2 3 4 5 നിങ്ങൾക്ക് ഇപ്പോൾ 2 lakhs ക്യാപിറ്റലാണ്. 10 സ്റ്റോക്ക് നിങ്ങൾ അങ്ങനെ എടുക്കൂ. 10 സ്റ്റോക്ക് 1 by 1 ആയിട്ട് നിങ്ങൾ എഴുതിയിട്ട് അതേ ഓർഡറിൽ തന്നെ ഈ 1 വീക്ക് റിട്ടേൺ ഹൈ ആക്കിയിട്ട് ടോപ്പ് ടു ബോട്ടം എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റോക്സിന്റെ ഓർഡർ നിങ്ങൾ എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് 2 ലക്ഷത്തിനെ അപ്പോൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്റ്റോക്കിന്റെ പുറത്ത് നമുക്ക് എത്ര ഇൻവെസ്റ്റ്മെന്റ് ആണ്? 20,000 rupees. സോ 20,000 rupees നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഓരോ സ്റ്റോക്കിനും അലോക്കേഷൻ നടത്തുക. അലോക്കേഷൻ എന്ന് പറയുമ്പോൾ 20,000 കറക്റ്റ് എക്സാക്ട് ആയിട്ട് നമുക്ക് വരുന്നതിന് വരില്ല. ചെറിയ ബിക്കോസ് സ്റ്റോക്കിന്റെ പ്രൈസ് അനുസരിച്ചിട്ട് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാം, കുഴപ്പമില്ല. ചെറിയ വാല്യൂസ് 100-200 രൂപയുടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം, പ്രോബ്ലം ഇല്ല. പക്ഷെ മോസ്റ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, ഈവനായിട്ട് ഈ പറയുന്ന 20,000 rupees നിങ്ങൾ ഈവനായിട്ട് ഈ പറയുന്ന 10 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ജോലി കഴിഞ്ഞു. ഒരു മാസം കറക്റ്റായിട്ട് ഒരു മാസം നിങ്ങൾ, അതായത് ട്രേഡിംഗ് ഡേയ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് എന്നും ആയിക്കോട്ടെ, 1-ാം തീയതി എല്ലാ മാസവും 1-ാം തീയതി നല്ല ഈ കൺസെപ്റ്റ്. നിങ്ങൾ എന്നാണോ ട്രേഡിങ്ങിൽ ഏർപ്പെടുന്നത് അന്ന് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ അന്നും കിട്ടും നിങ്ങൾക്ക്. അതുകൊണ്ട് ഇതിന് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് ഒന്നുമില്ല, എപ്പോഴാണോ അത് മുതൽ 21 days അവിടെയാണ് നിങ്ങളുടെ ഒരു മാസം എന്ന് പറയുന്നത്. 21 days നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആ എൻ്റർ ആകുന്ന ദിവസം നിങ്ങൾ എഴുതി വെക്കുക. അവിടെ നിന്ന് അത് എക്സിറ്റ് ആകേണ്ടുന്ന ദിവസവും നിങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, കാലണ്ടർ നോക്കുക, ഡേറ്റ് എഴുതി മെൻഷൻ ചെയ്ത് വെക്കുക. ഈ ദിവസം വരെ നിങ്ങൾ അത് ഹോൾഡ് ചെയ്യുക, അതിനപ്പുറം ഹോൾഡ് ചെയ്യാൻ പാടില്ല. 21 days ഹോൾഡ് ചെയ്യുക. 21 days പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ സ്റ്റോക്ക്, ആ നിക്ഷേപിച്ച സ്റ്റോക്കിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ആവുക. പക്ഷേ ആസ് പെർ സ്റ്റഡീസ് മോർ ദാൻ 80% നിങ്ങൾ നല്ല പ്രോഫിറ്റ് പൊസിഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് 4 ലക്ഷമായിട്ട് കിട്ടുമെന്ന് ചോദിച്ച് എന്നോട് വരരുത്. റീസണബിൾ ആയിട്ട് നിങ്ങൾക്ക് 5%-ഓ 10%-ഓ ഒക്കെ നിങ്ങൾക്ക് ടോട്ടൽ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് വളർച്ചാ സാധ്യത ഉണ്ടാവും. നിങ്ങൾ നോക്കൂ, ഒരു 10% പോട്ടെ, ഒരു 5% നിങ്ങൾക്ക് നിങ്ങളുടെ ഈ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ബാങ്കിലോ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ പോലും നിങ്ങൾക്ക് 5% ഗ്രോത്ത് കിട്ടാൻ നിങ്ങൾക്ക് കുറഞ്ഞത് എത്ര നാൾ എടുക്കണം? 1 വർഷം അല്ലെങ്കിൽ 10 മാസമെങ്കിലും നിങ്ങൾ കാത്തിരിക്കണം. ആ പൈസ നിങ്ങൾക്ക്, അതാണ് ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ട്രേഡ് ബട്ട് റീസണബിൾ ആയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ഗ്യാരണ്ടീഡ് ഫിഗർ അല്ല ഞാൻ പറയുന്നത്. ലോസിലേക്ക് പോയേക്കാം. നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ നിങ്ങൾക്ക് ബെസ്റ്റാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സിസ്റ്റം എന്ത് ചെയ്യുക, നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ എടുക്കുക. വാച്ച് ലിസ്റ്റിൽ നിങ്ങൾക്ക് സേവ് ചെയ്തിട്ട് പേപ്പർ ട്രേഡ് നടത്തി നോക്കൂ. ഓക്കെ, അതിനും നിങ്ങൾക്ക് പോസിബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു സിസ്റ്റം പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, സോ ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് എടുത്ത് ഇനി ടെക്നിക്കലി അറിയുന്നവർക്കാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന്റെ പ്രൂഫ്, നമുക്ക് ഇത് ശരിയാണോ, ഈ രീതിയിൽ ഇത് വളരാൻ സാധ്യതയുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്തി പോകണം. ഇപ്പം ഗ്രാഫൈറ്റ് ഇന്ത്യ ഞാൻ കോപ്പി ചെയ്തു. ഇവിടെ വന്നിട്ട് ട്രേഡിംഗ് വ്യൂയിലേക്ക് പോവുക. ട്രേഡിംഗ് വ്യൂവിൽ ഗ്രാഫൈറ്റ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റോക്ക് ഇവിടെ കാണുന്നില്ലേ, ഈ EPS ഈ കാണുന്നില്ലേ, ഓരോന്ന് ഒരു യെല്ലോ കളർ കാണുന്നു, ഗ്രീൻ കളർ. ഇതെന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് EPS ആൻഡ് സെയിൽസ് മാജിക് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേറ്ററാണ്. ട്രേഡിംഗ് വ്യൂവിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ട്രേഡിംഗ് ടോം എന്നാണ് അതിൻ്റെ പേര്, ക്രിയേറ്ററിൻ്റെ പേര്. നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കാരണം ഇത് കുറച്ചും കൂടി ഫണ്ടമെന്റൽസ് ഒക്കെ അറിയുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആകും. EPS, ലേറ്റസ്റ്റ് ക്വാർട്ടർ, പ്രീവിയസ് ക്വാർട്ടർ, അതിന് മുന്നത്തെ ക്വാർട്ടർ, TTM, സെയിൽസ്, ഇതെല്ലാം ഇതിലൂടെ അറിയാൻ പറ്റും. ഓക്കെ, എനിവേ അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയമുണ്ട്. ടെക്നിക്കലി നോക്കൂ, നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആക്കൂ. കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് എങ്ങനെയാ കാണിച്ചിരിക്കുന്ന ഇമ്പ്രൂവ്മെന്റ് നോക്കൂ. ഒരാഴ്ച കൊണ്ട് ഇമ്പ്രൂവ്ഡ് ആണ്. 1 month അതേമാതിരി 1 month ക്യാൻഡിൽ നോക്കൂ,
പ്രീവിയസ് മന്തിനേക്കാളും ഈ മാസത്തെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടീഷൻ RSI 55 ആൻഡ് എബോവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ കാണുന്ന മൂവിങ് ആവറേജസ് ആണ്. മൂവിങ് ആവറേജ് 5 ഡേ മൂവിങ്ങിനും മുകളിൽ നിൽക്കുകയാണ്. സോ എല്ലാം കൊണ്ടും മൊമെന്റം സ്റ്റോക്ക്. മൊമെന്റം എന്ന് പറയുന്നത് തന്നെ ആ വാക്കിന് തന്നെ എന്താണ്, മൊമെന്റം ഗ്രോത്ത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്ക് ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ടെന്നും അതിനുള്ള ഒരു ഇൻഡിക്കേഷനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഇവിടെ നോക്കൂ, ഇതൊരു ഹാമർ ക്യാൻഡിൽ, ബുള്ളിഷ് ഹാമർ ക്യാൻഡിലാണ് 1 മന്തിൽ ഫോം ആയിരിക്കുന്നത്. ഇപ്പോഴും സ്റ്റിൽ ഇറ്റ് ഈസ് ഗ്രോയിങ്. സോ ഇതൊരു പോസിറ്റീവ് വശം. ഇനി ഡെയിലിയിൽ നോക്കുകയാണെങ്കിൽ ഡെയിലിയിലും അതേമാതിരി നല്ല വോള്യൂം കയറി വരുന്നുണ്ട്. കമ്പാരിറ്റീവ്ലി വോള്യൂം ഇൻക്രീസ്ഡ് ആണ്. അതേമാതിരി ക്യാൻഡിലും നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോവാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് കുറഞ്ഞ പക്ഷം ഇനി ഒരു മാസത്തിനുള്ളിൽ ആവറേജ് തന്നെ ഇപ്പം നിൽക്കുന്ന പ്രൈസ് 584 നിൽക്കുന്നു. അതൊരു 600 to 610, 620 റേഞ്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇതിന്റെ സിമ്പിൾ ലോജിക്. അടുത്ത സ്റ്റോക്ക് ഏതാന്ന് നോക്കൂ, അജന്ത ഫാർമ. ഇതിന്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇത് ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ സ്റ്റഡി പർപ്പസിലേക്ക് വേണ്ടിയിട്ട് ആ സ്ക്രീനറിൽ നിന്ന് കിട്ടിയതിനെ ഞാൻ നിന്ന് അനാലിസിസ് നടത്തുന്നു എന്ന് മാത്രം. ഇതല്ലാണ്ട് ഈ സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ വേണ്ടിയിട്ട് അഡ്വൈസ് ആയിട്ട് നിങ്ങൾ ആരും ഇത് കണക്കാക്കരുത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റോക്ക് ഇസ് അജന്ത ഫാർമ. ഇതെന്താ ഇത് കാണിച്ചിരിക്കുന്ന, നമ്മുടെ റിസൾട്ട് പ്രകാരം, ക്വറിയിൽ പ്രകാരം ഒരാഴ്ചയിൽ 3.8% ഗ്രോത്ത് കാണിച്ചു. ഒരു മാസത്തിൽ 7.87%. പക്ഷേ ഡെയിലിയിൽ നോക്കുമ്പോൾ അതെന്താ കാണിച്ചിരിക്കുന്നത്, ഹൈ പോയിട്ട് അതിപ്പോൾ ലോയിലേക്ക് വരുന്നു. പക്ഷെ ഹൈ വോള്യൂം കാണിക്കുന്നുണ്ട്. ഇത് റെഡും ഗ്രീനും ഒന്നും നിങ്ങൾ നോക്കണ്ട. ഈ വോള്യൂം ക്യാൻഡിൽ ഹൈ ആണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്സ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ സാർ പേടിച്ച് ഒന്നും പോകണ്ട. മൊമെന്റം സിറ്റുവേഷൻ നിങ്ങളപ്പോൾ എന്താ 1 മന്ത് ചാർട്ട് നമുക്ക് നോക്കാം. എന്താ അവസ്ഥ നോക്കൂ, 1 മന്ത് ചാർട്ട് നോക്കൂ. കറക്റ്റായിട്ട് അതെന്താ ഒരു വലിയ ഹൈയിൽ നിന്നും ലോയിൽ വന്നിട്ട് കഴിഞ്ഞ 3 മാസമായിട്ട് കറക്റ്റായിട്ട് അത് ഹൈയിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും ഇത് ഡെയിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫ്ലക്ച്വേഷൻസ് നോക്കണ്ട. മന്ത്ലിയിൽ ഇനിയും ഇത് മുന്നോട്ട് പോയിട്ട് കുറഞ്ഞ പക്ഷം ഇപ്പൊ നിൽക്കുന്ന റേഞ്ച് 2696 ഓർ 2700 റേഞ്ചിൽ നിൽക്കുന്നു. അതൊരു 3000 റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇത്രയേ ഉള്ളൂ. സാധ്യതയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതും ഓക്കെയാണ്. സോ ഇതാണ് ഈ ഒരു സ്ക്രീനറിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അടുത്ത സ്റ്റോക്ക് എന്താണ്, ഹെഗ് എന്താ അവസ്ഥ ജസ്റ്റ് നോക്കുക, സെലക്ട് ചെയ്യുക, കൊടുക്കുക, ഹെഗ് എടുക്കുക. ഹെഗിൻ്റെ അവസ്ഥയും മന്ത്ലിയിൽ നോക്കൂ, കറക്റ്റായിട്ടൊരു ബുള്ളിഷ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വീക്കിലിയിലും നോക്കൂ, നല്ല നമ്മൾ നോക്കുന്ന നിമിഷം നിങ്ങൾക്കിത് സമയം നോക്കണ്ട, ഏത് ദിവസം നോക്കണ്ട, മന്ത് ഫസ്റ്റ് ആണോ, മന്ത് ലാസ്റ്റ് ആണോ, മന്ത് മിഡ് ആണോ, ഒന്നും നോക്കണ്ട. ഏത് ദിവസമാണോ നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്നത് ആ ദിവസം നിങ്ങൾ ഇത് സെർച്ച് ചെയ്യുക, നോക്കുക. ഇത്രയേ ഉള്ളൂ പരി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഇനി വേറൊരു സ്ട്രാറ്റജിയും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാം. 5 lakhs ക്യാപിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ 2 lakhs ഉണ്ട്, 1 lakh ഉണ്ട്, വാട്ട് എവർ. ആദ്യം ചെയ്യേണ്ടുന്ന ഇത്ര നിങ്ങൾ സ്റ്റോക്സിനെ ഈവൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ളത്. ഇന്നൊരു സ്റ്റോക്ക് ഇന്ന് സെർച്ച് ചെയ്തിട്ട് ഇന്നൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബാലൻസ് എമൗണ്ട് മാറ്റി വെച്ചു. നാളെ പോയിട്ട് ഇതേ സ്ക്രീൻ നിങ്ങൾ രാവിലെ റൺ ചെയ്യുക. വീണ്ടും നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടുന്നതിൽ നിന്നും ആദ്യത്തെ ടോപ്പ് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ എടുക്കുക, അതിലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓരോ ദിവസവും നിങ്ങൾ അലൊക്കേഷൻ മാറ്റി അങ്ങനെ ഒരു 10 ദിവസം കൊണ്ടുവരിക. അപ്പോൾ പിന്നെ അതിൻ്റെ ഇനിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ 10 ദിവസം എത്തുമ്പോഴേക്കും ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 10 ദിവസം കഴിഞ്ഞു. പിന്നെ അടുത്തത് ഇനിയൊരു 10 days കഴിയുമ്പോൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന്റെ ലെവൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് റൊട്ടേഷണൽ മാതൃകയിൽ നമുക്കിതിനെ കൊണ്ടുപോകാനും പറ്റും. ഓരോ ദിവസവും ഓരോ സ്റ്റോക്കിന്റെ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. സോ ഇതൊക്കെ നിങ്ങളുടെ ലോജിക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. എന്തായാലും ഞാൻ ഈ സ്ക്രീൻസ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, സേവ് ദിസ് ക്വറി. കണ്ടോ, സേവ് ദിസ് ക്വറി ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താ കൊടുക്കേണ്ടത്, മന്ത്ലി ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നോ മന്ത്ലി ട്രേഡിംഗ് സ്റ്റോക്സ് എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുക. എന്താണ്, മൊമെന്റം സ്റ്റോക്സ് ഫോർ മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയും മാത്രം ചെയ്താൽ മതി. ഓക്കെ, മന്ത്ലി ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെന്റ് അല്ല, ട്രേഡിംഗ് എന്ന് കൊടുത്തോളൂ. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ വേർഡ്. ഓക്കെ, ട്രേഡിംഗ്, സേവ് ക്വറി.
അപ്പോൾ ഇനി നിങ്ങൾ തിരിച്ച് വീണ്ടും സ്ക്രീനർ നമ്മുടെ ഹോം പേജിൽ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്ക്രീൻസിൽ പോവുക. അവിടെ നോക്കൂ, മന്ത്ലി ട്രേഡിംഗ് സ്റ്റോക്ക് എന്ന് ഓൾറെഡി നമ്മൾ ഇനി ഇത്രേ ആവശ്യമുള്ളൂ, എല്ലായ്പ്പോഴും വേണ്ട. ഇതിന്റെ ക്വറി കണ്ടീഷൻ ഇവിടെ ഉണ്ടാവും. ആ ക്വറി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒന്നും ടൈപ്പ് ചെയ്യുന്നൊന്നും ചെയ്യേണ്ട. ഞാൻ നിങ്ങളുടെ എന്താ പറയുക കമന്റ് ബോക്സിലും ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷനിലും ഞാൻ ഇത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണണം. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്വറി കോപ്പി ചെയ്ത് ഇങ്ങനെ വരുന്ന പോയിന്റിൽ പേസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് റൺ കൊടുക്കുക, സേവ് കൊടുക്കുക, സ്റ്റോക്ക് നോക്കുക. പിന്നെ എല്ലാ ദിവസവും ഇത് ചെയ്യണ്ട. എല്ലാ ദിവസവും ആ ഇതിൽ സെർച്ച് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അന്നത്തെ ആ ഒരു സ്പോട്ടിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയാൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും ഇതിനെ പരീക്ഷിച്ച് നോക്കുക. വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും സപ്പോർട്ട് തരിക. ഓക്കെ, താങ്ക് യു.